ലീഡ് ഐഎസ് ജൂനിയർ വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബേസ്ഡ് പ്ലേ ബുക്ക് പുറത്തിറക്കാൻ കേന്ദ്രം. ജോലി സ്ഥലത്തെ ക്ഷേമത്തിന് വൈ ബ്രേക്ക് വെൽനസ് പദ്ധതിയുമായി സംസ്ഥാന ഗവൺമെന്റുകൾ. ഗ്രീൻ ഫെർട്ടിലൈസർ മുന്നേറ്റത്തിന് 2025 ഫുഡ് പ്ലാനറ്റ് പ്രൈസ്. നൈസ് ഓഷൻ ആക്ഷൻ പ്ലാനിന് സമാപനം. റേഡിയോ നെല്ലിക്കയുമായി സംസ്ഥാന ഗവൺമെന്റ്. 2026 ഇന്റർനാഷണൽ ഇയർ ഓഫ് ദ വുമൺ ഫാമറായി പ്രഖ്യാപിച്ച് UN. ജെയിംസ് ബിയർഡ്സ് അവാർഡ് ആദ്യമായി നേടി ഒരു ഇന്ത്യക്കാരൻ. ബജാവു ജനവിഭാഗങ്ങളിലെ ഒരു അത്ഭുത കണ്ടുപിടുത്തവുമായി ശാസ്ത്രലോകം. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബേസ്ഡ് പ്ലേ ബുക്ക് പുറത്തിറക്കാൻ കേന്ദ്രം. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനാണ് ഇതിന്റെ ചുമതല. ഇന്ത്യയിൽ ഉപയോഗം കൂടി വരുന്ന സോളാർ പാനലുകളെ അവയുടെ ഉപയോഗശേഷം കൃത്യമായി കൈകാര്യം ചെയ്യാത്തത് മലിനീകരണത്തിലേക്ക് വഴിവെക്കുന്നു. 2030 ആകുമ്പോഴേക്കും ഇന്ത്യ 34,600 ടണ്ണിൽ അധികം സോളാർ മാലിന്യം ഉൽപ്പാദിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. സോളാർ വേസ്റ്റിനെ സുസ്ഥിരമായി കൈകാര്യം ചെയ്യാൻ വികസിപ്പിച്ചെടുക്കുന്ന ഗൈഡൻസ് ഡോക്യുമെന്റിനെയാണ് സോളാർ വേസ്റ്റ് പ്ലേ ബുക്ക് എന്ന് വിളിക്കുന്നത്. ഇന്ത്യയുടെ സൗരോർജ്ജ സ്ഥാപിത ശേഷി 110 ജിഗാവാട്ട് എത്തിയതായി ഊർജ്ജ മന്ത്രാലയം അടുത്തിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് 2022 ഇ വേസ്റ്റ് മാനേജ്മെന്റ് നിയമപ്രകാരം നിർദ്ദേശങ്ങൾ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നേതൃത്വത്തിൽ വരുന്നത്. ജോലി സ്ഥലത്തെ ക്ഷേമത്തിന് വൈ ബ്രേക്ക് വെൽനസ് പദ്ധതിയുമായി സംസ്ഥാന ഗവൺമെന്റുകൾ. മിനിസ്ട്രി ഓഫ് ആയുഷിന്റെ സഹകരണത്തോടെയാണ് ഇത്. ജോലി സ്ഥലത്തെ ക്ഷേമവും ഉൽപാദനക്ഷമതയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആയുഷ് മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത 5 മിനിറ്റ് ഗൈഡഡ് യോഗ മൊഡ്യൂളാണ് വൈ ബ്രേക്ക്. ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകളെ ഓഫീസ് സമയങ്ങളിൽ സമ്മർദ്ദം കുറയ്ക്കുവാനും ഉന്മേഷം നേടുവാനും വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും സഹായിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇതിൻ്റെ വ്യാപകമായ സ്വീകാര്യത ഉറപ്പാക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ഉപകരണങ്ങളാണ് നമസ്തേ യോഗ ആപ്പ്, വൈ ബ്രേക്ക് ആപ്പ്, യോഗ കലണ്ടർ, യോഗ ഗ്ലോസറി തുടങ്ങിയവ. കൂടാതെ ജീവനക്കാരെയും പൊതുജനങ്ങളെയും അവരുടെ ദൈനംദിന ജീവിതത്തിൽ യോഗ ഉൾപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ബോധവൽക്കരണ ക്യാമ്പയിനുകളും നടത്തുന്നുണ്ട്. ഗ്രീൻ ഫെർട്ടിലൈസർ മുന്നേറ്റത്തിന് 2025 ഫുഡ് പ്ലാനറ്റ് പ്രൈസ്. ലോകത്തിലെ ഏറ്റവും വലിയ പരിസ്ഥിതി അവാർഡായ ഫുഡ് പ്ലാനറ്റ് സമ്മാനം സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ വെച്ച് നൈട്രോ ക്യാപ്റ്റിന് ലഭിച്ചു. നിലവിലെ ഭക്ഷ്യ സംവിധാനങ്ങൾ ജനങ്ങളുടെയും ഗ്രഹത്തിൻ്റെയും ആരോഗ്യത്തിന് വരുത്തുന്ന അപകടങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് 2019 സ്വീഡനിലാണ് ഫുഡ് പ്ലാനറ്റ് സമ്മാനം സ്ഥാപിതമായത്. ഭക്ഷ്യോൽപാദനവും ഉപഭോഗവും ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കാൻ കഴിവുള്ള വ്യക്തിക്കോ സ്ഥാപനത്തിനോ എല്ലാ വർഷവും $2 മില്യൺ സമ്മാനമായി നൽകുന്നു. സ്വീഡൻ ആസ്ഥാനമായുള്ള നൈട്രോ ക്യാപ്റ്റ് പ്ലാസ്മ ഉൽപ്പാദിപ്പിക്കുന്ന നൈട്രേറ്റ് വഴി വളം നിർമ്മിക്കുന്ന ഒരു നൂതന പ്രക്രിയ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആഗോള നൈട്രജൻ വള വ്യവസായത്തെ ഏറെ സ്വാധീനിക്കാൻ കഴിവുള്ളതാണ് ഈ കണ്ടുപിടുത്തം. നൈസ് ഓഷൻ ആക്ഷൻ പ്ലാനിന് സമാപനം. ഫ്രാൻസിലെ നൈസിൽ നടന്ന 3ാം UN സമുദ്ര സമ്മേളനം 800-ലധികം പദ്ധതികളുടെ നടത്തിപ്പ് ലക്ഷ്യമിട്ടാണ് അവസാനിച്ചത്. സമുദ്ര വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനും സുസ്ഥിരമായി ഉപയോഗിക്കുന്നതിനുമുള്ള ആഗോള പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുക എന്നതാണ് യുണൈറ്റഡ് നേഷൻ ഓഷ്യൻ കോൺഫറൻസിൻ്റെ ലക്ഷ്യം. ലൈഫ് ബിലോ വാട്ടർ എന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളിനെ പിന്താങ്ങുക കൂടിയാണ് ഈ സമിതി. ഇത്തവണ ഫ്രാൻസിലെ നൈസിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ 60-ലധികം രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. 2017, 22 എന്നീ വർഷങ്ങളിൽ മാത്രമാണ് ഇതിനു മുൻപായി UN ഓഷ്യൻ കോൺഫറൻസ് നടന്നിട്ടുള്ളത്. 2030 ആകുമ്പോഴേക്കും 30% സമുദ്ര സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത്തവണത്തെ കോൺഫറൻസിലൂടെ അംഗരാജ്യങ്ങൾ. റേഡിയോ നെല്ലിക്കയുമായി സംസ്ഥാന ഗവൺമെന്റ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി അവതരിപ്പിച്ച ഒരു പ്രത്യേക ഇന്റർനെറ്റ് റേഡിയോ സ്റ്റേഷനാണ് റേഡിയോ നെല്ലിക്ക. ആകർഷകമായ ഓഡിയോ ആശയങ്ങളിലൂടെ കുട്ടികളുടെ മാനസികാരോഗ്യം, അവരുടെ അവകാശങ്ങൾ, സുരക്ഷ, ശാക്തീകരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് റേഡിയോ നെല്ലിക്കയുടെ ലക്ഷ്യം. ലോകത്ത് എവിടെ നിന്നും 24 മണിക്കൂറും കേൾക്കാൻ സാധിക്കുന്ന തരത്തിലാണ് റേഡിയോയുടെ രൂപകൽപ്പന. പരസ്യങ്ങളില്ലാതെ വിജ്ഞാനവും വിനോദവും പ്രദാനം ചെയ്യുന്ന രീതിയിലായിരിക്കും റേഡിയോ നെല്ലിക്കയുടെ പ്രവർത്തനമെന്ന് ബാലാവകാശ കമ്മീഷൻ അറിയിച്ചു. 2026 ഇന്റർനാഷണൽ ഇയർ ഓഫ് ദ വുമൺ ഫാമറായി പ്രഖ്യാപിച്ച് UN. യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലിയാണ് ഈ പ്രമേയം പാസാക്കിയത്. ലോകത്തിലെ കാർഷിക തൊഴിലാളികളിൽ ഏകദേശം 43% സ്ത്രീകളാണ്. ആഗോള ഭക്ഷ്യ സംവിധാനങ്ങളിൽ സ്ത്രീകളുടെ ഈ സംഭാവനയെ അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ പ്രഖ്യാപനം.
ലിംഗപരമായ അസമത്വങ്ങൾ കുറയ്ക്കാനും ഗ്രാമീണ സ്ത്രീകളെ ശാക്തീകരിക്കാനും ഈ തീരുമാനം ഫലപ്രദമായിരിക്കും. UN ജനറൽ അസംബ്ലിയിലെ 100 അംഗരാജ്യങ്ങളുടെ സഹകരണത്തോടെയാണ് ഈ റെസല്യൂഷൻ അംഗീകരിക്കപ്പെട്ടത്. ജെയിംസ് ബിയേർഡ്സ് അവാർഡ് ആദ്യമായി നേടി ഒരു ഇന്ത്യക്കാരൻ. ഭക്ഷ്യലോകത്തെ ഓസ്കാർ എന്നാണ് ജെയിംസ് ബിയേർഡ്സ് അവാർഡ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ പാചകരീതിക്ക് അഭിമാനകരമായ നിമിഷമായി മാറിയിരിക്കുകയാണ് മികച്ച ഷെഫിനുള്ള 2025 ജെയിംസ് ബിയേർഡ് അവാർഡ് പ്രഖ്യാപനം. ന്യൂയോർക്കിൽ താമസമാക്കിയിട്ടുള്ള വിജയ് കുമാറിനാണ് ഈ അവാർഡ് ലഭിച്ചത്. ഇന്ത്യൻ ഗ്രാമീണ ശൈലിയിലുള്ള രുചികളിലേക്കും മറന്നുപോയ ചേരുവകളിലേക്കും ജനങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവന്നു എന്നതാണ് വിജയ് കുമാറിന് ഈ അവാർഡിന് അർഹനാക്കിയത്. മനുഷ്യരിലെ പുതിയൊരു അത്ഭുത കണ്ടുപിടുത്തവുമായി ശാസ്ത്രലോകം. ബജാവു ജനവിഭാഗങ്ങളുടെ പ്ലീഹകൾ സാധാരണ ജനങ്ങളുടേതിനേക്കാൾ 50% വലുതെന്നാണ് പുതിയ കണ്ടുപിടുത്തം. തെക്ക് കിഴക്കൻ ഏഷ്യയിൽ കാണുന്ന പ്രത്യേക ജനവിഭാഗമാണ് ബജാവോ. പരമ്പരാഗതമായി നാടോടികളും കടൽ യാത്രക്കാരുമാണ് ഇവർ. കടലിന്റെ അടിത്തട്ടിൽ നിന്ന് ഷെൽ ഫിഷുകളെ ശേഖരിച്ചാണ് ഇവർ അതിജീവിക്കുന്നത്. കടലിന്റെ അടിത്തട്ടിലേക്കുള്ള ഈ ഡൈവിങ്ങിനായി കാലക്രമേണ ഇവർ വലിയ പ്ലീഹകൾ വികസിപ്പിച്ചെടുത്തു എന്നാണ് കണ്ടെത്തൽ. ഈ വലിയ പ്ലീഹ അഥവാ സ്പീലിന്റെ സാന്നിധ്യം അവരുടെ രക്തത്തിലേക്ക് ഡൈവിങ്ങിന് ആവശ്യമായ തരത്തിൽ കൂടുതൽ ഓക്സിജൻ ലഭ്യമാക്കുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ വീക്ക്ലി ന്യൂസ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.